എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ അല്ല, എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി ഉള്ള വീഡിയോയാണ്. നമ്മുടെ ലോട്ടസ് ഗാർഡനിലെ 1000 പെറ്റൽ ലോട്ടസ് ഫ്ലവർ ആയിരിക്കുകയാണ്. ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ഫ്ലവർ ആയിട്ടുണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു 1000 പെറ്റലിനകത്ത് ഒരു ഫ്ലവർ കാണുക എന്നുള്ളത്. അപ്പോൾ ഈ വലുപ്പത്തിലാണ് ബഡ് ഞാൻ കണ്ടത്. അതുവരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ ലീഫിൻ്റെ മറവിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അത് ബഡ് കണ്ടപ്പം തന്നെ അത് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പം ഒരുപാട് നാൾ ഞാൻ ഇതിൻ്റെ ട്യൂബർ വാങ്ങി വെച്ചു. പക്ഷേ ഒരു തവണ പോലും നമുക്ക് ഫ്ലവർ ആയിട്ടില്ല. പ്ലാന്റ് നല്ലതുപോലെ തന്നെ പിടിച്ചു കിട്ടും, ഫ്ലവർ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഫ്ലവർ ഉണ്ടായവരിൽ നിന്നും ഒക്കെയാണ് വാങ്ങി വെച്ചത്. പക്ഷേ എനിക്ക് ഇതുവരെ ഫ്ലവർ ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു തവണ എൻ്റെ റീപ്പോർട്ട് ചെയ്തപ്പോൾ ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്നും ട്യൂബർ വാങ്ങിച്ച ഒരു സബ്സ്ക്രൈബറാണ്. അവിടെ ഫ്ലവർ ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ട്യൂബർ തരണമെന്ന്. അങ്ങനെ കിട്ടിയ ഒരു ട്യൂബർ പോട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഇതിനകത്ത് നല്ലൊരു ഫ്ലവറായി കിട്ടിയത്. നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ഇത്രയും വലിയ മഴയായാലും അതിനൊന്നും കുഴപ്പം വന്നില്ല. ഏതായാലും നല്ല രീതിയിൽ നമുക്കത് വിരിഞ്ഞ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ച് 1000 പെറ്റലിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് പോട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല വെയിൽ വേണം ഇതിന്. അതുപോലെ തന്നെ നമ്മൾ പോട്ട് മിക്സ് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ സാധാരണ ലോട്ടസ് വെറൈറ്റികൾ പോട്ട് ചെയ്യുന്നതിനെക്കാട്ട് കൂടുതൽ ഞാൻ ലോട്ടസ് പോട്ട് ചെയ്യുമ്പോൾ എല്ലുപൊടിയൊന്നും ഉപയോഗിക്കത്തില്ല. പക്ഷേ ഇതിന് കൂടുതൽ എല്ലുപൊടിയും ഡാപ്പും ചാണകപ്പൊടിയും എല്ലാം ഇട്ടിട്ടാണ് ഞാൻ പോട്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മണ്ണും കൂടി ചേർത്ത്, പിന്നെ അല്ലാതെയുള്ള കുറച്ച് മണ്ണും ചേർത്ത് അങ്ങനെയൊക്കെയാണ് പോട്ട് ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ട് വരികയും ഒരു ഫ്ലവർ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത്രയും ഞാൻ ആ മഴയുള്ള ദിവസം നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു പെറ്റൽ ഇളകി നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ കരുതി വിരിയിച്ച് കൊടുക്കാമെന്ന്. നല്ല മഴയുള്ള ദിവസമായിരുന്നു അന്ന്. 2 ദിവസം മുമ്പാണ് ഇത് വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ ഇത് പൊഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് വിരിയിച്ച് കൊടുത്തത്. പിന്നെ ഇത് നടുമ്പോൾ ചിലപ്പോഴൊക്കെ പറയുന്നത് ഒരു ചില അഭിപ്രായങ്ങളുണ്ട്. മെയ് മാസത്തിൽ ജൂണിലൊക്കെ നടുമ്പോൾ ഇതിന് ഫ്ലവർ ഉണ്ടാകുന്നു. ഞാനും ആ രീതിയിൽ തന്നെയാണ് നട്ടത്. അപ്പോൾ അത് നല്ല സമയമാണെന്ന് തോന്നുന്നു. അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഫ്ലവർ ഉണ്ടായത്. അല്ലാതെ ഉള്ള സമയത്ത് നടുന്നവർക്ക് മിക്കവാറൊക്കെ ചില ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ജൂൺ മാസത്തിലാണ് ഞാൻ നട്ടത്. മെയ് ലാസ്റ്റ് ജൂണിലാണ് ഇത് പോട്ട് ചെയ്തത്. അപ്പോൾ ഈ സമയമായപ്പോഴേക്കും നമുക്ക് ഫ്ലവർ ആവുകയും ചെയ്തു. നല്ല ഡാർക്ക് പിങ്ക് കളറും റെഡും കൂടി കലർന്നിട്ടാണ് നല്ലതായിട്ടുള്ള കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ വീഡിയോയിലാകുമ്പോൾ കുറച്ചുകൂടി ലൈറ്റാകും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഡാർക്ക് കളറാണ്. ഇതിൻ്റെ സീഡ് പോഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്രയ്ക്കും പെറ്റൽസ് തിക്കായിട്ടിരിക്കുകയാണ്. മഴ പെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ അത്രയ്ക്ക് കൂടുതലായിട്ടും വിരിയിച്ച് കൊടുത്തില്ല. എങ്കിലും നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല. ഇപ്പം നല്ല രീതിയിൽ തന്നെ അത് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 1000 പെറ്റൽ തന്നെ ഉള്ളതായിട്ട് തന്നെ തോന്നുന്നു. അത്രയ്ക്കും ഭംഗിയാണ് നമുക്ക് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് 1000 പെറ്റലിൻ്റെ ട്യൂബറൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങി പോട്ട് ചെയ്യുക. ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ട്യൂബർ ഉണ്ടെങ്കിൽ ഞാൻ സെയിലിനിടുന്നതായിരിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ സമയം പോലെ ഇരിക്കും ഇതിന് ഫ്ലവർ ഉണ്ടാകാനായിട്ട്. പോട്ട് മിക്സിൻ്റെ കാര്യത്തിൽ നല്ലപോലെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഫ്ലവർ ഉണ്ടാകുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മൾ 1000 പെറ്റലിന് കുറച്ചുകൂടി എല്ലാം നല്ല കുറച്ചുകൂടി കൂടുതൽ പോട്ട് മിക്സൊക്കെ ആവശ്യമാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം. നമ്മൾ ഏത് വെറൈറ്റി ലോട്ടസ് വാട്ടർ പ്ലാന്റ് ഒക്കെ നടുമ്പോൾ ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ് ഇരുന്നത്. ഈ ഒരൊറ്റ ബഡ് മാത്രമേ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളായിരുന്നു. എങ്കിലും ഇതൊന്ന് വിരിഞ്ഞ് കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. 1000 പെറ്റലിൻ്റെ ലീഫും അതിൻ്റെ സ്റ്റെമ്മും ഒക്കെ കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ലീഫിനൊക്കെ നല്ല വലിപ്പമാണ്. കാണുമ്പം തന്നെ അറിയാമല്ലോ, നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്.
അപ്പോൾ അല്ലാതെ തന്നെ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന കൊളോക്കേഷ്യ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. കൊളോക്കേഷ്യയുടെയൊക്കെ ചെറിയ തൈകൾ കുറഞ്ഞ വിലയ്ക്ക് തരുന്നതായിരിക്കും. അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ് കൊളോക്കേഷ്യ. പക്ഷേ നമ്മുടെ ഗാർഡനിലൊക്കെ ഭംഗി വരുത്താനായിട്ട് പറ്റിയ പ്ലാന്റാണ് കൊളോക്കേഷ്യ. അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ചെറിയ റേറ്റിലൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഉണ്ട്. അതൊക്കെ വേണ്ട കൂട്ടുകാർ ചോദിക്കുക. നമുക്ക് മഴക്കാലമായതിനാൽ കട്ടിങ്സൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വേറെ പ്ലാന്റുകൾ വേണ്ട കൂട്ടുകാർ ചോദിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടിരുന്ന വീഡിയോ കണ്ടിട്ട് പ്ലാന്റുകൾ ഓർഡർ ചെയ്യുക. ഇപ്പോൾ ഞാൻ ദാസൻ പട്ടലിൻ്റെ ഈ ഒരു വിവരം പറയാനായിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇതിപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ വാട്ടർ പ്ലാന്റിൻ്റെയും പിന്നെ ലോട്ടസിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ട്യൂബറിൻ്റെയൊക്കെ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നെടുത്ത വീഡിയോയാണ് ഇപ്പോൾ കണ്ടത്. അത് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് കളർ